നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നത് ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ ശക്തിയാണ് ഇന്ത്യ, എന്നാൽ അടുത്തത് 3ാമത്തെ ശക്തിയായിട്ട് മാറും. ജപ്പാനെ അടക്കം പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ 3ാമത്തെ ശക്തിയായിട്ട് ഇന്ത്യ മാറുമെന്ന് പറയുമ്പോൾ എന്താ ഇന്ത്യയുടെ യാഥാർത്ഥ്യം? ഇവിടെ അംബാനിയും അദാനിയും ഒക്കെ ഉണ്ട്. ലോകത്തിലെ സഹസ്ര കോടീശ്വരന്മാരുടെ കോർപ്പറേറ്റുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ പെടാൻ ഇന്ത്യയിൽ കുറേ പേർ യോഗ്യരാണ്. പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താ? 3ാമത്തെ ശക്തിയായി മാറുമ്പോൾ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പോവർട്ടി റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകൾ ഇന്ത്യയിലെ എക്സ്ട്രീം പോവർട്ടിയുടെ കണക്കെടുത്തപ്പോൾ നമ്മുടെ നേതാക്കന്മാരെല്ലാം ഇവിടെ സംസാരിച്ചല്ലോ. എന്താ അതിൻ്റെ കണക്ക്? ബീഹാറിൽ 28% പേർ എക്സ്ട്രീംലി പുവറാണ്. ഉത്തർപ്രദേശിൽ 30% പേർ അതീവ ദരിദ്രരാണ്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ ഗതിയില്ലാത്ത ഇന്ത്യൻ ജനത. ആ ദാരിദ്ര്യം മാറ്റാൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ കേന്ദ്ര ഗവൺമെൻറ്റിന്? നമ്മളാ പദ്ധതി ആവിഷ്കരിച്ചു. നമുക്ക് വന്ന ചെലവുകൾ അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ 0.7% അതിദരിദ്രരുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു സ്വസ്ഥതയുണ്ടായില്ല. ആരാണതെന്ന് കണ്ടുപിടിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം നേതൃത്വം കൊടുത്ത് ഇടപെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആരാണ് ആ 0.7%, ആരാണ് ആ 60,000 കുടുംബങ്ങൾ എന്ന് കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ഓരോ പഞ്ചായത്തിലും അതീവ ദരിദ്രർ എന്ന് വെച്ചാൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ബുദ്ധിമുട്ടുള്ളവർ, തലചായ്ക്കാൻ ഒരിടമില്ലാത്തവർ, റേഷൻ കാർഡ് ഇല്ലാത്തവർ, അസുഖബാധിതരായി ഒറ്റപ്പെട്ടു പോയി ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവരെ ചെന്ന് കാണാനാണ് പറഞ്ഞത്. പഞ്ചായത്തുകൾ കണ്ടു. ചില പഞ്ചായത്തിൽ 50 കുടുംബം, ചില പഞ്ചായത്തിൽ 60 കുടുംബം, മലയോര മേഖലയിലൊക്കെ ആണെങ്കിൽ 90 കുടുംബം. ആ കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കേരള ഗവൺമെൻറ് ഇടപെട്ടു. അങ്ങനെയാണ് കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചത്. MLA എന്നുള്ള നിലയിൽ എൻ്റെ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തുമ്പോൾ എന്നെ കൂടി ക്ഷണിച്ചിരുന്നു. ഈ പറയുന്ന കുടുംബങ്ങളെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ടാണ് ആ പ്രഖ്യാപനം നടത്തിയത്. അവരാണ് സാക്ഷ്യപത്രം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാർഡ് ഉണ്ടായിരുന്നില്ല, വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ്, ചില സാങ്കേതിക തടസ്സങ്ങളാൽ അവർക്ക് റേഷൻ കാർഡ് കിട്ടി. ചിലയിടത്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ നിവൃത്തിയില്ലാത്തതുപോലെ അവശരായ വീൽ ചെയറിലൊക്കെയുള്ള ആളുകളാണ്. അവർ പറഞ്ഞു കുടുംബശ്രീയും മറ്റും ചുമതലപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ആഹാരം കിട്ടുന്നു ഇപ്പോൾ. അങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചത്. പക്ഷേ UDFകാർ BJPക്കാർ അതിനെയെല്ലാം കണ്ടത് ഏത് കണ്ണിലൂടെയാണ്? നമ്മുടെ പ്രതിപക്ഷം പറഞ്ഞു എന്നാൽ ഇനിയിപ്പോൾ AY കാർഡിൻ്റെ അരി വേണ്ടല്ലോ എന്നാണ്. എന്തൊരു വർത്തമാനമാണത്? അന്ത്യോദയ അന്നപൂർണ യോജനയുടെ കാർഡിൻ്റെ അരി കിട്ടുന്നത് കൊണ്ടാണ് അവർ അതിദരിദ്രരല്ലാതെ നിലനിൽക്കുന്നത്. അത് നമ്മുടെ അവകാശമാണ്. അത് പിൻവലിച്ചാൽ അവർ കൂടി ബുദ്ധിമുട്ടിലാകും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പറഞ്ഞു അതിദാരിദ്ര്യമേ പരിഹരിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. കേവല ദാരിദ്ര്യം കൂടി പരിഹരിക്കലാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന എത്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട് കേരളത്തിൽ? നാം വ്യത്യസ്തരായിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന പണം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി സമർത്ഥമായിട്ട് വിനിയോഗിച്ചു എന്നതിലാണ്. അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും പോകണ്ട. 1957 മുതൽ കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടുള്ള നിയമം കൊണ്ടുവന്നുകൊണ്ട് ജന്മിത്വത്തിൻ്റെ ആ കരാളഹസ്തത്തിൽ നിന്ന് മോചനം നേടാൻ ഇന്ത്യയിലെ സകലർക്കും സാധിച്ചു. നമ്മളാണ് 67 ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അത്തരത്തിൽ സമഗ്രമായ ഭൂപരിഷ്കരണം നടന്നിട്ടുണ്ടോ? ഉത്തർപ്രദേശിലുണ്ടോ? ഉത്തർപ്രദേശിൽ യമുന നദിയുടെ കരയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന മനുഷ്യരെ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരു വലിയ റിസോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി വലിയ റിസോർട്ട് ഉടമയ്ക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ബുൾഡോസർ കൊണ്ടുവന്ന് അതിനെയെല്ലാം ഇടിച്ച് നിരപ്പാക്കി ഓടിക്കുമ്പോൾ ഒരു ടാർപോളിൻ ഷീറ്റ് കോമ്പൻസേഷനായിട്ട് കൊടുക്കുന്നുണ്ടോ? ആ പാവങ്ങൾക്ക് കോടതിയിൽ പോകാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇതിന് പ്രതിഫലം കിട്ടണമെന്ന് പറഞ്ഞിട്ട്. അതിന് അവർക്ക് രജിസ്റ്റർ ചെയ്ത ആ ഭൂമി സ്വന്തമാക്കാൻ സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൽ ഈ മാറ്റമുണ്ടായത് UDFിലെ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ ഒന്നും പ്രവർത്തനം കൊണ്ടല്ല. അവരെല്ലാം വരുന്ന സമയത്ത് ഇടതുപക്ഷം തുടങ്ങി വെച്ച ചില പരിഷ്കാരങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ടാവില്ല, കുറേ മുന്നോട്ട് അവർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അവരാണോ ഈ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത്?
അതൊന്നും വിശദീകരിക്കുന്നില്ല. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, അതുപോലെ കുടുംബശ്രീ അയൽക്കൂട്ടത്തിൻ്റെ രൂപീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഇത്രയേറെ ശക്തമായൊരു പ്രസ്ഥാനം ഏതാ ഉള്ളത്? ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അത് പഠിക്കാൻ വരുന്നത് അതിൻ്റെ പ്രായോഗികത കൊണ്ട് തന്നെയാണ്. അവസാനം 2016 ഇടതുപക്ഷം വന്നപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞു 4 മിഷനുകൾ തുടങ്ങുകയാണ്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കുറേ നേടിയവരാണ്. എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് ഗവൺമെൻറ് സ്കൂളുണ്ട്, എല്ലാ ഗ്രാമങ്ങളിലും ഗവൺമെൻറ് ആശുപത്രികളുണ്ട്, നമുക്ക് സഞ്ചരിക്കാൻ നല്ല പാതകളുണ്ട്. പക്ഷെ ആയിട്ടില്ല. കേരളത്തിൽ ജനങ്ങൾ വിദ്യാഭ്യാസം നേടി ശാസ്ത്രീയമായ അറിവുകൾ ഉൾക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു, ഒന്നിനൊന്ന് മാറാൻ വസ്ത്രമുള്ളവരായി, ഭക്ഷണം 2 നേരം കഴിക്കാൻ കഴിയുന്നവരായി. പക്ഷേ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുടെ നേട്ടങ്ങൾ ഈ കുടുംബങ്ങളിലേക്ക് സന്നിവേശിക്കണം. സുസ്ഥിരമായി ഈ ജീവിതം നിലനിർത്താൻ കഴിയുന്ന സുസ്ഥിര വികസിത സംസ്ഥാനമായിട്ട് കേരളം മാറണം. അതിനുവേണ്ടിയാണ് അന്ന് 4 മിഷനുകൾ പ്രഖ്യാപിച്ചത്. അതിലൊന്ന് ഹരിത കേരള മിഷനായിരുന്നു. കേരളം വളരെയേറെ ശുദ്ധമായി ശുചിയായി. ശുചിത്വ മിഷൻ വളരെ നന്നായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചു. ഒരുപാട് കാർഷിക മേഖലയിൽ ജൈവ കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. മറ്റൊന്ന് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമായിരുന്നു. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയൂ? ഒരു ലോവർ പ്രൈമറി സ്കൂളിന് ഗവൺമെൻറ് 1 കോടി രൂപ കൊടുക്കുന്നു കെട്ടിടം ഉണ്ടാക്കാൻ. അതിൻ്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 1.5 കോടിയാണെങ്കിൽ 1.5 കോടി കൊടുക്കുന്നു. UDFൻ്റെ ഭരണകാലത്ത് സ്വപ്നം കാണാൻ കഴിയുന്നതായിരുന്നു അത്. നമ്മളത് ചെയ്തു. ഇപ്പോൾ മിക്കവാറും സ്കൂളുകൾ ഏറ്റവും നല്ല കെട്ടിടമുള്ളതായിട്ട് മാറി.